ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. ഹലോ, കണ്ടില്ലേ, നമ്മൾ കാപ്പാടാണ് ഇന്ന് സീ കേരളം സൂപ്പർ ബമ്പറും കൊണ്ട് വന്നിരിക്കുന്നത്. കാപ്പാട് നിൽക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, എൻ്റെ മനസ്സിലും ആദ്യം ഓടിയെത്തത് കോഴിക്കോട് കാപ്പാട് കടപ്പുറം പരിപാടിയാണ്. പക്ഷെ ഇത് ആ കാപ്പാടല്ല, ഇത് കണ്ണൂരുള്ള ഒരു കാപ്പാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. നിറയെ പാടം, വയലേലകൾ, പരിപാടികൾ, നിറയെ തെങ്ങ് നിൽക്കുന്ന സ്ഥലം. അതായത് കണ്ണൂര് കടൽ തീരമൊക്കെ ഒന്ന് മാറി വന്നിട്ട് ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ക്യാമറ കണ്ണുകൾ അധികം എത്തി നോക്കാത്ത അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഈ കാണുന്ന കാപ്പാട് എന്ന് പറയുന്നത്. ഈ കാപ്പാട് കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, കൃഷ്ണവിലാസം ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്കാണ് നമ്മളിത് പോകുന്നത്. നമ്മുടെ ഗെയിമും പരിപാടിയൊക്കെ ആയിട്ട് കാപ്പാടിൽ ഇന്ന് നമ്മൾ തകർക്കും. പോവാം. കണ്ണൂർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ കണ്ണൂർ കടപ്പുറം ഏരിയകൾ ഒരുപാടുണ്ട്. പിന്നെ അവിടുത്തെ ഫിഷ് മാർക്കറ്റ് പരിപാടിയൊക്കെ കൂടുതൽ കാണാറുണ്ട്. പക്ഷേ കണ്ണൂരിൽ രണ്ട് തരത്തിലുള്ള ഭൂപ്രകൃതി. ഇതുപോലെ പിന്നെ അങ്ങോട്ട് നമ്മൾ കൊടക് റൂട്ടൊക്കെ പോകുമ്പോഴേക്കും കുറച്ചുകൂടി മലയുള്ള ഏരിയകൾ വരുന്നുണ്ട്. ഇത് അതിൻ്റെയൊക്കെ തന്നെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കാപ്പാട് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും കൃഷിയും പാടവും ഒക്കെയാണ് പ്രധാനപ്പെട്ട. കുറച്ചും കൂടി നടന്ന നമ്മുടെ കൃഷ്ണവിലാസം സ്കൂൾ എത്തുന്ന തോന്നുന്നത്. കൃഷ്ണവിലാസത്തേക്കുള്ള യാത്രയിലാണല്ലോ നമ്മൾ. എന്തായാലും ഇതൊരു നല്ല ഹബ്ബാട്ടോ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും വന്ന് കാണല്ല. ഇവിടെയുള്ള പിള്ളേർ സെറ്റിനൊക്കെ വൈകുന്നേരം വന്ന് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഏരിയ അത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കും പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ ഇനി സീ കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ തുടങ്ങാനുള്ള സമയമാണ്. നമ്മൾ കാണും കൃഷ്ണവിലാസം സ്കൂള് കാപ്പാട്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ നമസ്കാരം. ഹോയ് എന്ന് പറഞ്ഞൊന്ന് ഹലോ എന്ന് പറഞ്ഞേ. കേട്ടല്ലോ അല്ലേ എല്ലാവരും? സീ കേരളം സൂപ്പർ ബമ്പർ ഇന്ന് വന്നിരിക്കുന്നത് കാപ്പാടാണ്. കാപ്പാടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കോഴിക്കോട് കാപ്പാട് കടപ്പുറം പരിപാടിയാണ്. പക്ഷെ ഇതല്ല, ഇത് അതുക്കും മേലെ. ഞങ്ങൾ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇങ്ങ് കണ്ണൂരിന്റെ മണ്ണിൽ ഒരു കിടിലൻ കാപ്പാടുണ്ട്. അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഈ കാപ്പാട് ചെറുതൊന്നുമല്ല, നല്ല ഒന്നാന്തരം വലിയ കാപ്പാടാണ്. അതിമനോഹരമായ ഒരു പ്രദേശമാണ്. ആ അതിമനോഹരമായ പ്രദേശത്തുള്ള ഒരു കുഞ്ഞ ഭംഗിയുള്ള ഒരു സ്കൂളിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്കൂളും പരിസരമൊക്കെ ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ്. വളരെ ചെറിയൊരു സ്കൂള്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് പഴയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്നുള്ള സിനിമയൊക്കെ ഓർമ്മ വരും. കണ്ടിട്ടുള്ളതല്ലേ നിങ്ങൾ? ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. മോഹൻലാല് വരുന്നത് സാൾട്ട് മാംഗോ ട്രീ എന്നൊക്കെ പറയുന്ന സിനിമ. അതിൽ ഇന്നസെന്റ് ക്ലാസ് എടുക്കുന്നില്ലേ ഇവിടെ നിന്നിട്ട്? കേട്ടെഴുത്താണ്, കേട്ടെഴുത്ത് എന്ന് പറയുന്ന സംഭവം. അതൊക്കെ ഓർമ്മ വന്നു എനിക്ക് സ്കൂളിൽ വന്നപ്പോൾ. അത് മാത്രമല്ല, ഇവിടെ നല്ല അടിപൊളി കിടില മാവ് കണ്ട നിൽക്കണണ്ട. അതിനകത്ത് കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
കണ്ണിമങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് വെള്ളേമ്മ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു. അപ്പൊ മൊത്തത്തില് നമ്മള് സി കേരളം സൂപ്പർ ബമ്പർ ഇവിടെ പൊളിച്ചെടുക്കുമല്ലേ? ഒരു നല്ല കൈയടി തന്നേ. നമ്മുടെ കലാപരിപാടികൾ ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. 1000 രൂപ മുതൽ 25,000 രൂപ വരെ സമ്മാനം, അത് ഇവിടെ വന്ന് മത്സരിക്കുന്നവർക്ക്. ഇനി അതല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സമ്മാനമുണ്ട്. അത് ക്യാഷ് അല്ല, മറ്റെന്തെങ്കിലുമായിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മത്സരങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നടത്തും. അതോടൊപ്പം തന്നെ സി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സമ്മാനം കിട്ടാം. കണ്ടുകൊണ്ടേയിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്, ഓടി വാ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. അപ്പോ ഈ മിടുക്കിക്കുട്ടിയാണ് നമുക്ക് ഇന്ന് ലോട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ആളെ ഒന്ന് പരിചയപ്പെടാം. ആളുടെ കയ്യിൽ കുറച്ച് തക്കിട തിരികിട പരിപാടികളൊക്കെ ഉണ്ട്, എനിക്കറിയാം. എന്താ പേര്? ജ്യോതിക. ജ്യോതിക. ജ്യോതികയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഓക്കെ. ജ്യോതിക ഭയങ്കര ഡാൻസർ ആണല്ലേ? ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ജ്യോതികയ്ക്ക്. വീട്ടില് ആരെങ്കിലൊക്കെ ഗസ്റ്റ് വന്ന ആദ്യത്തെ പണി ജ്യോതികയ്ക്ക് അപ്പൊ കിട്ടാറ്. ജ്യോതിക മോളെ ഇവിടെ ഒരു ഡാൻസ് കളിക്കൂ എന്ന് പറയാറുണ്ടോ? ഉണ്ട്. അപ്പൊ തന്നെ ഡാൻസ് കളിക്കും നമ്മള്. നമുക്കൊരു നാണവും പരിപാടിയൊന്നുമില്ല, വേഗം ഉഷാറായിട്ട് സ്മാർട്ടായിട്ട് ചെല്ലും. ഓക്കെ, അപ്പൊ ആ പരിപാടി ഇവിടെ ഒന്ന് കണ്ടാലോ നമുക്ക്? പാട്ടിട്ട് തരട്ടെ? ഒരു നല്ല കൈഡ് കൊടുത്തേ ജ്യോതികയ്ക്ക്. बदल गया. എന്റെ ദൈവമേ, അത് ശരി. അപ്പൊ ശരിയായോ? അണച്ചോ? ഒരു നല്ല കൈഡി കൊടുത്തേ, അപ്പൊ അടപ്പൊക്കെ മാറിക്കോളൂ. ഇനി നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. റെഡി അല്ലേ? ഇതിന്ന് ഒരു ലോട്ട് എടുത്തിട്ട് എനിക്കിതാ. ഈ ആളാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി. എടുത്തോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഡാൻസർ. ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ റെഡിയാണ്. എൻ്റെ കയ്യിൽ ആ മത്സരാർത്ഥി ഉണ്ട്. ആ മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച് നമ്മൾ ആദ്യത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു സമ്മാനമായാലോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് റെഡിയല്ലേ? എന്താ സന്തോഷം. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവരിൽ ഒരാളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു ചെറിയ നമ്പർ ഒപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിന് ഇവിടെ ഒരാളെ എനിക്ക് വരുത്തണം. പെട്ടെന്ന് ഒരാളെ വിളിക്കുന്നതിന് പകരം ഞാനൊരു നമ്പർ ഇടാൻ പോവാണ്. ഇത് ഞാൻ വീക്കി തരും. പരസ്പരം വീക്കുക. ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പൊന്തിച്ച് ഇത് ശൂന്യാകാശത്തേക്കൊന്നും പറത്തി അയക്കരുത് കേട്ടോ, ആകെ പ്രശ്നവും. ചെറിയ രീതിയിൽ മാത്രം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വിടുക. നമ്മളവിടെ ഒരു മ്യൂസിക് ഇടും. മ്യൂസിക് വീഴുമ്പോൾ ഇത് ആരുടെ കയ്യിലാണോ അയാൾ ഇവിടെ വരും. മ്യൂസിക് പ്ലീസ്. ചേച്ചി വരാ. ചോടാ, ഓടിവാ ഓടിവാ ഓടിവാ. ഉത്സവമായി മത്സരമായി
ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ ഇത് കയ്യിൽ വന്നതുകൊണ്ട് പെട്ട ആളാണ് ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്നത്. എന്താ പേര്? സുശീല. അയ്യോടാ പാവം ചേച്ചിയാ സുശീല ചേച്ചി. പേരിൽ തന്നെ നമുക്ക് എപ്പോഴും ഭയങ്കര ലാളിത്യം തോന്നുന്ന ഒരു പേരാ സുശീല എന്നുള്ളത്. ശരിക്കും സുശീല ചേച്ചി അങ്ങനെയാണോ? സുശീല ചേച്ചിയുടെ വീട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരാണ്? ആരുള്ളത് അവിടെ? അവിടെ നമ്മുടെ ടീമിന്റെ പിറകിൽ ഒരാൾ ആരാ നിൽക്കുന്ന അവിടെ? അനിയത്തി ഇപ്പൊ ഉണ്ട്. ഓക്കെ, അനിയത്തി എങ്ങനെയാ ചേച്ചി പാവാണോ? അതേന്ന് കൈകൊണ്ട് കാണിക്കട്ടെ. സമ്മാനം കിട്ടുമ്പോ പകുതി മേടിക്കാനുള്ള പരിപാടിയാ. നമ്പരാ. ഓക്കെ, അപ്പോ സുശീല ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉള്ളത്? ഞാനും ഭർത്താവും. ഭർത്താവ് ഇവിടെ വന്നിട്ടോ? എന്നിട്ട് ഇല്ല. പുള്ളിയുടെ പേരെന്താ? രാജൻ. രാജൻ. രാജൻ പ്രശ്നക്കാരനാണോ? അല്ലല്ലേ? അപ്പൊ കുഴപ്പമില്ല. കാരണം ഇനി ഈ മത്സരത്തില് നമ്മൾ പങ്കെടുപ്പിച്ച് തോപ്പിച്ച അവസാനം രാജേട്ടൻ എന്നെ വന്ന് കണ്ട് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ ഒരു ചെറിയ ഗെയിം തരാം. 1 മുതൽ 10 വരെ എണ്ണ അറിയാലോ അല്ലെ? അതെന്തായാലും അറിയില്ലേ? നിങ്ങൾ തിരിച്ചിരിക്കണേ. അപ്പൊ ഞാനൊരു നമ്പർ പറയും. ഏതെങ്കിലും ഇപ്പൊ 1 എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ചേച്ചി 3 പറയാവൂ. 2 പറയരുത് ഒരു കാരണവശാലും. അതെന്തായാലും പറയൂല എന്നൊക്കെ ചേച്ചിയുടെ നിപ്പ് കണ്ടറിയാം. 2 അതെനിക്ക് അറിയാനേ പാടില്ല എന്നുള്ള രീതിയിലേക്കണേ. അപ്പൊ ഞാൻ ഏത് സംഖ്യയാണോ പറയണതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തതിന്റെ അപ്പുറത്തെ നമ്പർ പറയുക. റെഡി അല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കാം. 2 3. അങ്ങനെയാ? 3 പറയരുത്. ടെക്നിക്ക് മനസ്സിലായോ? 2 പറഞ്ഞ പിന്നെ ഏത് പറയണം? എന്തായാലും മൈക്ക് പറയണം, നല്ല കേൾക്കുള്ളൂ. ഓക്കെ, അടുത്തത് പോട്ടെ. ഞാൻ എന്നാ 10 12. അങ്ങനെ പറഞ്ഞ ഒരു കൈയടി കൊടുത്തേ. ആള് പഠിച്ചു. 25 30. സാർ എന്നെ കൊടുമേ ഇത്. ചേച്ചി ഈ സ്കൂളിലാണോ പഠിച്ചത്? കൃഷ്ണവിലാസം UP സ്കൂളിലാണോ പഠിച്ചേ? ഈ UP സ്കൂളിൽ 25 കഴിഞ്ഞിട്ട് പിന്നെ 27 വരും, അല്ല 26, 27 വരും, പിന്നെ 30 പഠിപ്പിച്ചത് 2 സംഖ്യ കഴിയുമ്പോ? അല്ലല്ല, ഇവിടുത്തെ കണക്ക് ഭാഷ ശരിക്കും ഭഗീരഥൻ പിള്ള തന്നെ. മുത്തതി പൊളിച്ച്. ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. സുശീല ആരും സൈലൻസ് പ്ലീസ്. ആരും ടെൻഷൻ എടുപ്പിക്കില്ല സുശീല ചേച്ചിനെ വെറുതെ. ഓക്കെ, 40. 42. ഓക്കെ, 45. 47. ഓക്കെ, 30. 32. 12. 14. 8. 10. 100. 102. പൊളിച്ചു. 5 പിടിച്ചു. നല്ല കൈയ്യടി കൊടുത്തേ. അപ്പോ സുശീല ചേച്ചി നമ്പറൊക്കെ തെറ്റിക്കാതെ ഒരു നമ്പർ ഇട്ടു. നമ്മൾ അതുകൊണ്ട് തന്നെ സമ്മാനം കൊടുക്കാണ് സുശീല ചേച്ചിക്ക്. നിങ്ങൾ കൈയടിച്ചാലേ ഞാൻ സമ്മാനം കൊടുക്കുള്ളൂ. ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് ഞങ്ങൾ ചേച്ചിക്ക് തരുന്നത്. കൈയടിച്ചേ. സൂപ്പർ. അപ്പോ ഇനി നമ്മൾ നമ്മുടെ യഥാർത്ഥ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ കാപ്പാട്ടിലെ ആദ്യത്തെ മത്സരാർത്ഥി മറ്റാരുമല്ല, ഉഷ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. അപ്പോ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയാണ് ഉഷ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. നമസ്കാരം ഉഷ ചേച്ചി. നമസ്കാരം. അവിടെ നിന്ന് വരുമ്പോഴേക്കും ഞാൻ വരുന്നില്ല എന്ന് പറയണ്ടായിരുന്നല്ലോ. അത് പറ്റി? അതെ, ഏതായാലും ഉള്ള ഇമേജ് കളയണ്ട. ഇവിടെ ഒരു ഇമേജ് ഉണ്ടോ? ഇമേജ് ഉണ്ടോ? ഓക്കെ, ഉഷ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഭർത്താവും 2 കുട്ടികളും. 2 കുട്ടികളും. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ, ഞാനിപ്പോ ഇവിടെയാണല്ലോ. അവിടെ ആരുമില്ല. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയി. എവിടെയാണ് അത്? ഭർത്താവാണോ? എവിടെയുണ്ട്? ഇപ്പം വിളിക്കൊന്നും വേണ്ട. എന്ത് കാര്യമുണ്ട്? അവിടെ അങ്ങനെ നിന്നോട്ടെ പാവം. ഒരു 5 മിനിറ്റ് സമാധാനം കിട്ടട്ടെ അല്ലേ? ഓക്കെ, ഉഷ ചേച്ചി ഹൗസ് വൈഫ്, വീട്ടിലെ ജോലികളായിട്ട് പോകണോ അതോ വേറെ നീ ജോലി ചെയ്യുന്നുണ്ടോ? കണക്കെഴുതോ? അതെന്തിനാണ് കണക്ക്? നീ ബാക്കി പറഞ്ഞു. കള്ളക്കണക്കോ? കള്ളക്കണക്ക് എഴുതുന്ന ആളോട് ആദ്യം തന്നെ ഒരു കാര്യം, ഇവിടെ കള്ളക്കളിക്ക് ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടാ. ഈ വീട്ടില് പുള്ളി രാജീവ് എന്നല്ല പേര്, രാജീവേട്ടൻ പണിയെടുത്തുകൊണ്ടിരുന്ന കാശിന്റെ കള്ളക്കണക്കാണോ എഴുതുന്നത്? അതല്ല, പിന്നെ വല്ല ട്രഷറിയിലൊക്കെ വർക്ക് ചെയ്യണ്ടോ? വെറുതെ അല്ല. ഓക്കെ, അപ്പോ കള്ളക്കണക്ക് എഴുതുന്ന ഉഷ ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി. കള്ളക്കണക്കൊന്നും നമുക്കിവിടെ ഒരു പ്രശ്നമല്ല. കള്ളക്കളിക്ക് നമ്മൾ സമ്മതിക്കുകയില്ല. നന്നായി കളിച്ച 1000 മുതൽ 25,000 രൂപ ക്യാഷ് കിട്ടും. 25,000 വേണ്ട, എല്ലാരും കൊടുക്കാന്ന് പറഞ്ഞു പോയി. അതിപ്പോ 1000 കൊടുക്കേണ്ടി വരില്ലേ? 1000 ആണെങ്കിൽ പിന്നെ അവര് സഹതാപത്തിൽ വേണ്ടാന്ന് പറയുമായിരിക്കും. അതാണ് പറഞ്ഞത് തന്നെ. കാണാം നമുക്ക്. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഉഷയ്ക്കുള്ള ആദ്യത്തെ ഗെയിം അത് ഏതാണെന്ന് നമുക്ക് ലോട്ടെടുത്ത് തീരുമാനിക്കാം. അതിനു മുമ്പ്
നമ്മൾ എടുക്കുന്നു സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പറിൽ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട മത്സര ഇനത്തിലേക്ക് കിടക്കുകയാണ്. 1000 മുതൽ 25,000 രൂപ വരെ സമ്മാനം കിട്ടുന്ന ആ ഒരു റൗണ്ടുകളിലേക്ക്. അതിനുവേണ്ടി ഇവിടെ ഒരാൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ 1000, 2000, 3000 എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ആ ഗെയിമിന് ചെറിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോ ഇനിയാണ് കളി തുടങ്ങുന്നത്. ഉഷ ഇവിടെ റെഡിയാണ് അല്ലേ? യെസ്. ടെൻഷൻ ഉണ്ടോ? ആ സാധനം ഇല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗെയിമിന് ടെൻഷൻ ആവും തോന്നുന്നുണ്ട് പോണ പോക്കില്. അപ്പോ ഇവിടെ 2 പെട്ടികൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പണപ്പെട്ടി. അതിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ക്യാഷ് എണ്ണി തരിക. ഇതാണ് പണിപ്പെട്ടി. ഇതിൽ നിന്നാണ് ചേച്ചി ഓരോ പണിയും ചോദിച്ചു വാങ്ങുന്നത്. എന്ത് പണി ഞാൻ 50-50 ആക്കാം. ഇത് വേണമെങ്കിൽ ഞാൻ 50-50 ആക്കാം കേട്ടോ. ക്യാഷിന്റെ കേസിൽ കുഴപ്പമില്ല. അപ്പോ ആദ്യത്തെ ഗെയിം അതെടുത്തോ. ഒരു നല്ല കൈഡി കൊടുത്തേ. ഉഷയുടെ ആദ്യത്തെ ഗെയിം, ഇന്നത്തെ ഇവിടത്തെ ആദ്യത്തെ ഗെയിം എടുത്തോ. അടിപൊളി ഗെയിം. ഉഷയ്ക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ഗെയിം മരം കൊത്തി എന്ന ഗെയിമാണ്. മരം കൊത്തിയുടെ പരിപാടി ഉണ്ടല്ലോ, അതൊരു മരത്തിൽ പോയിരിക്കുന്നു, കൊക്കുകൊണ്ട് ഇങ്ങനെ കൊത്തി 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 തുളയുണ്ടാകുന്നു. നമ്മളിവിടെ ഒരു വലിയ മറ്റേ പില്ലറും ഉണ്ടെന്ന് വയ്ക്കും, അതിൽ ഇങ്ങനെ കൊക്കുകൊണ്ട് കൊത്തി കൊത്തി തുളയുണ്ടാക്കണം. അതാണ് ഗെയിം. അതൊന്നല്ല ഗെയിം, ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്റെ പൊന്നു, നമ്മളെ ഇവിടെ ഒരു ആർച്ച് തയ്യാറാക്കും നിറയെ ബലൂൺ വെച്ചിട്ട്. എന്നിട്ട് ഒരു ചെറിയ നീളത്തിലുള്ള കോല് തരും, മറ്റത്തെ സൂചി പോലെ റെഡിയാക്കിയത് പിക്ക് ചെയ്യാൻ വേണ്ടി. അത് ഇതുപോലെ കടിച്ചു പിടിച്ചിട്ട് ആ ബലൂണുകൾ കുത്തിപ്പൊട്ടിക്കുക. അതാണ് ഗെയിം. ബലൂണാണ് കുത്തിപ്പൊട്ടിക്കേണ്ടത്. റെഡിയല്ലേ? 120 സെക്കൻഡ് സമയത്തിനുള്ളിൽ മുഴുവനാണോ എത്ര പൊട്ടിക്കണതൊക്കെ അപ്പം പറഞ്ഞാ പോരെ? ആ ഓക്കെ. അപ്പോ എന്തായാലും ഉഷ ആദ്യ റൗണ്ടിലേക്ക് കടക്കുന്നു. 1000 രൂപ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള റൗണ്ട് മരം കൊത്തി. ഉഷ മഞ്ഞ ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു 24 ബലൂണുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർച്ചിൽ. ഉഷ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് കടിച്ചു പിടിക്കുക. ആ കയ്യിൽ തന്നിരിക്കുന്നത് കടിച്ചു പിടിക്കുക, ഓരോന്നായിട്ട് കുത്തി കുത്തി പൊട്ടിക്കുക. ഇത് നമ്മുടെ സി കേരള സൂപ്പർ ബമ്പറിന്റെ ആദ്യ റൗണ്ട് എപ്പോഴും ഇങ്ങനെയായിരിക്കും, ഭയങ്കര കളർഫുൾ ഗെയിം ആയിരിക്കും. അത് ഈ ഗെയിം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് കളർഫുൾ ഗെയിം ആകുന്നതെന്നുള്ളത്. എന്തായാലും നമ്മൾ ഗെയിം തുടങ്ങാൻ പോവാണ്. 24 ബലൂണിൽ 20 ബലൂണുകൾ 120 സെക്കൻഡ് കൊണ്ട് കുത്തിപ്പൊട്ടിക്കണം. അതായത് 2 മിനിറ്റ് ഉണ്ട് അത്. റെഡി? അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 കളർഫുള്ളായി. പോരട്ടെ, മൊത്തത്തിൽ കളറായി. അത് പോട്ടെ, പോയത് പോട്ടെ. നമുക്കിവിടെ വേറെ എന്തോരം ഉണ്ട്. ഇനി ആ മുകളിലുള്ളതൊക്കെ പൊട്ടിച്ചോ. താഴെയുള്ളതേ പൊട്ടിക്കുള്ളൂ. ഇനി അത്. റെഡി? പോരട്ടെ. സൂപ്പർ 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 സൂപ്പർ. കളറായി, കളർഫുള്ളായി. തോക്കരുത്, നമ്മൾ പിന്മാറരുത്. ഓക്കെ, റെഡി? ഇനി ഓക്കെ, നിക്ക് 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 നിക്ക്. അപ്പേ മതി മതി, നിർത്തിക്കോ. കറക്റ്റ് 4 എണ്ണം. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി ഉഷ ആദ്യത്തെ മത്സരത്തിൽ ഉഷാറായി മത്സരിച്ചത് കൊണ്ട് മൊത്തത്തിൽ എന്താ പറയാ, പലതരം വർണ്ണപ്പൊടിയിൽ കുളിച്ചു. അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോയേക്കാണ് ആള്. ആ ഗ്യാപ്പില് നമുക്ക് നല്ലൊരു പാട്ട് പാടിത്തരാൻ ഒരു സുന്ദരിക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു നല്ല കൈഡി കൊടുത്ത എല്ലാവരും. എന്താ പേര്? ഗോപിക. ഗോപിക എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6. ഈ സ്കൂളിലാണോ? ശരി, ഇവിടുത്തെ സ്റ്റുഡന്റ് തന്നെയാ.
ഓക്കെ, അപ്പൊ ഒരു നല്ല പാട്ട് പാടി എല്ലാവരും കൈയടിപ്പിച്ചേ. നല്ല കൈയടി കൊടുക്കണം കേട്ടോ ഗോപിയേക്ക് എല്ലാവരും. പാടിക്കോ. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഒമ്മന പൂമുഖം വാടിടേണ്ട ഒമ്മന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഒമ്മന ചുണ്ടത്തൊരുമ്മ നൽകാം. താറിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം സിമക്കൊന്ന പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഒമ്മന പൂമുഖം വാടിടേണ്ട ഒമ്മന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഒമ്മന ചുണ്ടത്തൊരുമ നൽകാം. അപ്പോ ഗോപികയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോ ഗോപിക വളരെ നന്ദി ഞങ്ങളുടെ ഈ ഗ്യാപ്പ് ഉഷാറാക്കിയതിന്. ഓക്കെ, താങ്ക് യു. ഈ ഗ്യാപ്പിൽ ഒരു ചെറിയ ഗെയിം കൂടി തട്ടി നിങ്ങൾക്ക് സമ്മാനം തന്നാലോ? റെഡിയല്ലേ? അപ്പോ വീണ്ടും നമ്മുടെ കയ്യിൽ നമ്മുടെ ഡിസ്ക് എത്തിയിട്ടുണ്ട്. ഈ ഡിസ്ക് തീരുമാനിക്കും അടുത്ത മത്സരാർത്ഥി ഇവിടെ നമ്മുടെ ഇടയിലുള്ള മത്സരത്തിന്റെ ആരാണെന്നുള്ളത്. മ്യൂസിക് പ്ലീസ്. അമ്മേ, ആരുടെയല്ല കിട്ടിയത്? കിട്ടിയ ആളൊന്നും വന്നേ. ഉത്സവമായി മത്സരമായി അപ്പോ നമ്മുടെ ഇടയിലെ നേരം പോക്കിനുള്ള മത്സരത്തിനുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പേര്? അജിത. അജിത. അതാണല്ലോ ഇവിടുന്ന് ഭയങ്കര ബഹളം കേട്ടത്. ഒന്നുകൂടി വിളിച്ചത്. അജിത ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ ആശാ വർക്കറാണ്. ആശാ വർക്കറാണ്. ഇവരൊക്കെ നല്ല പരിചയമുണ്ട് എല്ലാവരെയും. അതുകൊണ്ടാണല്ലോ ഇത്ര സപ്പോർട്ട്. ചുമ്മാ അടുത്ത ഇലക്ഷൻ നോക്കുമ്പോഴല്ലേ? എന്നാ പിന്നെ കഴിഞ്ഞ മെമ്പർ ആയിരുന്നു. അത് ശരി, കഴിഞ്ഞ മെമ്പർ ആയിരുന്നോ? ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ആരും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഓക്കെ, ഞാനിങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വാക്കുകൾ വെച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, ഞാൻ പറയുന്ന വേർഡ് എന്താണോ അത് ആ കഥയിൽ ആഡ് ചെയ്ത് ആ വേർഡുമായി ബന്ധപ്പെട്ട് കഥ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഗെയിം എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, കണ്ണിമാങ്ങയിൽ കഥ തുടങ്ങാം. പറഞ്ഞോ. നമ്മുടെ ഈ കൃഷ്ണവിലാസം UP സ്കൂളിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് നമ്മുടെ ഈ മാവാണ്. പൂത്തു നിൽക്കുന്ന മാവ്, നല്ല നിറയെ മാങ്ങകൾ ഉണ്ടാവും. കുട്ടികൾ എന്നും വേനൽക്കാലത്ത് സ്കൂൾ പൂട്ടിയാൽ ഈ ഗ്രൗണ്ടിൽ വന്ന് കളിക്കുന്നതോടൊപ്പം തന്നെ സ്കൂളിലെ ഈ മാവിന്റെ മാങ്ങയും പറിച്ച് നല്ല ഉല്ലാസത്തോടെ കളിച്ചു മടങ്ങുന്ന അതിനകത്ത് തത്തയും കൂടി ചേരി. ഇനി നമ്മുടെ ഏറ്റവും മനോഹരമായ പക്ഷികളിൽ ഒന്നാണ് നമ്മുടെ തത്ത. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ ഈ മാവിലല്ലേ നിൽക്കണേ. ആ മാവിലേക്ക് ഇനി തത്ത വരണം. തത്ത അങ്ങനെ പറഞ്ഞു വരുമല്ലോ. എങ്ങനെ? അത് വരട്ടെ, കഥയിൽ വരട്ടെ. കഥയിലൂടെ പറഞ്ഞു മാവിലേക്ക് വരുമല്ലോ തത്ത. മാവിൽ കണ്ണിമാങ്ങ ഉണ്ട്, കണ്ണിമാങ്ങ തിന്നാനായിട്ട് തത്ത വരുന്നത്. എന്നിട്ട് ആ തത്ത എന്ത് ചെയ്ത് പറഞ്ഞോ? നല്ല മനോഹരമായ തത്ത, എന്തായാലും ചുവന്ന ചുണ്ടോട് കൂടിയ മനോഹരമുള്ള തത്ത നമ്മുടെ മാവിലേക്ക് പറന്നു വന്ന് പഴുത്ത മാമ്പഴം കൊത്തി തിന്നു. എന്നിട്ട് പാറിപ്പോയി. നമ്മുടെ വയലില് നല്ല നെൽക്കതിരുണ്ടായിരുന്നു. ആ നെൽക്കതിര് കൊത്തി തിന്നുവാൻ വേണ്ടി തത്ത വേട്ടക്കാരൻ അതുവഴി ഒരു വേട്ടക്കാരൻ വന്നു. നമ്മുടെ തത്തയെ അമ്പെയ്ത് വീഴ്ത്താൻ നോക്കി. പക്ഷേ തത്ത പറന്നുപോയി. സിംഹം അല്ലെ? നമ്മൾ എന്തൊക്കെയാ അതിനകത്ത് കണ്ണിമാങ്ങ വന്നു അല്ലേ, തത്ത വന്നു, വേട്ടക്കാരൻ വന്നു, വേട്ടക്കാരൻ അമ്പ് ചെയ്തു, അപ്പൊ ഒരു സിംഹം. അത് ഒളിച്ചു നിന്ന വേട്ടക്കാരന്റെ മുകളിലേക്ക് പതുങ്ങി വന്ന സിംഹം അല്ലേ? പതുങ്ങി നിന്ന് സിംഹം എടുത്തു ചാടി വേട്ടക്കാരനെ കൊന്നു. അതോടുകൂടി കഥ തീർന്നു. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അതോടുകൂടി കഥ തീർന്ന്, കഥയും തീർന്ന്, വേട്ടക്കാരനെയും കഥ തീർന്ന് അല്ലേ? അന്നൊരു സമ്മാനം തരട്ടെ ഞാൻ. മെമ്പർക്ക് ഒരു നല്ല കൈയ്യടി കൊടുത്തേ. നമ്മുടെ മെമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ തരുന്നു കാരവാൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അപ്പൊ നമ്മുടെ ഉഷ ചേച്ചി സുന്ദരിയായിട്ട് വീണ്ടും തിരിച്ചെത്തി. എന്താന്ന് ഉറക്കെ പറഞ്ഞല്ലേ? സുന്ദരിയാണ്. അതാണ്. പക്ഷെ നേരത്തെ ആയിരുന്നു കുറച്ചുകൂടി ഭംഗിയില്ല. നല്ല ഭംഗി ഉണ്ടായില്ല, കളറൊക്കെ ഇട്ട് കാണാൻ വേണ്ടിട്ട്.
ഒരു അതാരാ പറഞ്ഞേ? അതാണ് രസോട്ടോന്നത്. അവിടെ നിന്ന് ദാ നീല ഷർട്ട് കൈവെക്കണുണ്ടോ? നമ്മളെ നാട്ടുകാർ അങ്ങനെയൊന്നും പറയില്ല. ഓക്കെ, അപ്പൊ ഉഷ ചേച്ചിക്ക് 1000 രൂപ ഞാൻ തരാണ്ട് അല്ലേ? ഒരു നല്ല കൈഡ് കൊടുത്തേ. 2000 കിട്ടിയാലേ മുതലോ. അതിലൂടെ കളിച്ച് ജയിക്കണം. ഓക്കെ, റെഡി? നല്ല കൈഡ് കൊടുത്തേ. ആദ്യത്തെ മത്സരാർത്ഥി, ആദ്യത്തെ സമ്മാനം 1000 രൂപ. കൈയടി പോരല്ലോ. പോരട്ടെ, അങ്ങനെ അതാണ്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. 2000ന്റെ റൗണ്ട് എന്ന് പറയുന്നത് 3000 രൂപയുടെ 3rd റൗണ്ടിലേക്കുള്ള എൻട്രി റൗണ്ട് ആണത്. ഇത് ജയിച്ചാലാണ് അടുത്ത റൗണ്ടിലേക്ക് എൻട്രി കിട്ടുള്ളൂ. അതിൽ നിന്ന് എടുത്തേ. ഏതെടുത്താലും പണിയാണ്, പിന്നെ എന്തിനത്ര ബുദ്ധിമുട്ടുന്ന വേഗം എടുത്താ പോരെ. അതെന്റെ മക്കള് പറയുന്നില്ലേ? അതാണ് നിങ്ങൾ പറഞ്ഞ വിശ്വാസം കേട്ടോ. നേരത്തെ അതുകൊണ്ട് പൊളിച്ചു. അടിപൊളി ഗെയിമായിരുന്നു നിങ്ങൾ എടുത്തു കൊടുത്തത്. ഓക്കെ, അടുത്ത ഗെയിം തലയ്ക്കുമീതെ. തലയ്ക്കുമീതെ എന്നാണ് ഉഷ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത ഗെയിമിന്റെ പേര്. ഈ ഗെയിമിൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരു സുഹൃത്തിനെ കൂടി ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. രണ്ടുപേരുടെയും തലയിൽ നമ്മളൊരു കൊട്ട ഫിറ്റ് ചെയ്ത് തരും. എന്നിട്ട് അതിൽ ബോൾ എടുത്ത് വെച്ചിട്ട് ആ സുഹൃത്ത് കൈ പിടിക്കാണ്ട് കൊട്ടയും മുട്ടിച്ചിട്ട് ബോൾ ചേച്ചിയുടെ തലയിലേക്ക് പാസ് ചെയ്ത് തരും. ചേച്ചി ആ ബോൾ കൊണ്ടുപോയിട്ട് ഒരു ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കണം. അതാണ് ഗെയിം എന്ന് പറയുന്നത്. കൈ യൂസ് ചെയ്യാൻ പാടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോ 2000ന്റെ 2ാം റൗണ്ട് 3000 രൂപയിലേക്കുള്ള എൻട്രി റൗണ്ടിലേക്ക് ഉഷ ചേച്ചി കടക്കുകയാണ്. ഗെയിമിന്റെ പേര് തലയ്ക്കുമീതെ. ഉഷ ചേച്ചിയുടെ 2ാം റൗണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ദീക്ഷ്ണ അല്ലെ? ദീക്ഷ്ണയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഉഷ ചേച്ചിനെ. 100 സെക്കൻഡ് കൊണ്ട് 10 ബോളുകളാണ് നിങ്ങൾ ഇങ്ങനെ ഗെയിം ചെയ്ത് അവിടെ എത്തിക്കേണ്ടത്. 10 ബോളുകൾ. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വെരി സ്മാർട്ട്. ഒരെണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. വെരി സ്മാർട്ട്. ഒരെണ്ണം അവിടെ എത്തിയിട്ട് തിരിച്ചു വന്നു. രണ്ടാമത്തെ അങ്ങോട്ട് പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഇവർ ചെയ്യുന്നു. നല്ല കോർഡിനേഷൻ. അവിടെ ആളെത്തുമ്പോഴേക്കും ദീക്ഷണ അവിടെ പോകുന്നു, ബോൾ എടുത്ത് വെക്കുന്നു, തിരിച്ചിവിടെ വരുന്നു. സൂപ്പർ. 30 സെക്കൻഡ് കൊണ്ട് അവിടെ 4ാമത്തെയാണ് എത്താൻ പോകുന്നത്. നമുക്ക് മൊത്തം 10 മതി. നല്ല ഗൈഡ് കൊടുത്തേ. നന്നായിട്ട് മത്സരിക്കുന്നുണ്ട് അവര്. നല്ല ഗൈഡ്. പ്രോത്സാഹിക്കുക. അടിപൊളി. ഓക്കെ, 5 എണ്ണമായി. 5 എണ്ണം. ഇനി 5 എണ്ണം കൂടി മതി. 5 എണ്ണം കൂടി. പോരട്ടെ. അതന്നെ. ഒരെണ്ണം പോലും നിലത്ത് പോകുന്നില്ലല്ലോ ഈശ്വര. ഓക്കെ, 7 എണ്ണമായി അവിടെ. 7 എണ്ണം. 8ാമത്തെയാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. 60 സെക്കൻഡ് ആയിട്ടുണ്ട്. 8ാമത്തെ ബോളും അവിടെ എത്തിയിരിക്കുന്നു. ഇനി 2 ബോൾ നിങ്ങൾ അവിടെ എത്തിച്ചാൽ മതി. 2 ബോൾ. മനോഹരം. വളരെ മനോഹരമായിട്ടാണ്. 70 സെക്കൻഡ്. ഇനി ഒരെണ്ണം കൂടി അവിടെ എത്തിക്കണം. 70 സെക്കൻഡ് ആയിട്ടോ. നന്നായിട്ട് കഴിച്ചേ. 80 സെക്കൻഡിനോട് അടുത്തപ്പോഴേക്കും 10 ബോളുകൾ അവരവിടെ എത്തിച്ചിരിക്കുന്നു. 20 സെക്കൻഡ് അപ്പോഴും ലാഭം. ഒരു നല്ല കൈഡി എടുത്ത ഇവർക്ക് രണ്ടാൾക്കും. അപ്പോ ഉഷ ചേച്ചി കടക്കുകയാണ്. 3000 രൂപ ഉറപ്പായും കിട്ടുന്ന റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു എ കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പറിൽ ഇന്നത്തെ സൂപ്പർ ഗേൾ എന്ന് പറയുന്നത് ഉഷ ചേച്ചിയാണ്. ഉഷ ചേച്ചി അവിടെ നിന്ന് വന്നപ്പോൾ അയ്യോ ഞാനില്ല എന്നുള്ള ലൈനിലാണ് വന്നത്. ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ പോണ അടുത്ത ഗെയിമിൽ തോറ്റാ മതി എന്ന് വരെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ 3ാം റൗണ്ട് വരെ എത്തി അല്ലെ? 3ാം റൗണ്ട് ജയിച്ചു കഴിഞ്ഞാൽ 3000 രൂപ കിട്ടും. ഇനി ഞാനില്ല എന്ന് പറയണ്ട. ഉഷാറായിട്ട് മുന്നോട്ട് പോക്കോ. ഉഷയാണ് ഇനി 6 കൂടി ചേർത്ത് ഉഷാറായെന്ന്. അത് പൊളിച്ചു. അതെനിക്ക് ഇഷ്ടം. ഒരു നല്ല ഐഡിയ കൊടുത്തേ. ഓക്കെ, അപ്പൊ ഉഷ ചേച്ചി വേറെ കാര്യം, നേരത്തെ കണക്കെഴുതുന്നൊക്കെ പറഞ്ഞില്ലേ, എന്താ ശരിക്കും പരിപാടി? എന്താ അത്? ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഉണ്ട്. എന്ത് വർക്ക്ഷോപ്പ്? വലിയ ബസിന്റെ ചെറിയ വർക്ക്ഷോപ്പ്. വലിയ ബസിന്റെ ചെറിയ ബസ്. എന്താ മറ്റേ ബിൽഡിംഗ് ബോഡി, അതിന്റെ ബോഡി ബിൽഡ് ചെയ്യുന്ന വർക്ക്ഷോപ്പാണ്. ആ ഹസ്ബൻഡിന്റെയാണ്. അവിടെയാണ് കണക്കെഴുതുന്നത്. ഓക്കെ, അടുത്ത ഗെയിമിലേക്ക് പോകാം. ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. ഗെയിമിന്റെ പേര് തന്നെ റിവേഴ്സ് കിക്ക് എന്നാണ്. നമ്മളൊരു ഗോൾ പോസ്റ്റ് അവിടെ തയ്യാറാക്കും. ബോളുകൾ തരും. പുറം തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് ബാക്ക് കിക്ക് ചെയ്തിട്ട് ഗോളാക്കുക. ഉഷ ചേച്ചിയുടെ 3ാം റൗണ്ടിലേക്ക് നമ്മൾ കടന്നു. ഈ റൗണ്ട് ജയിച്ചാൽ 3000 രൂപ കിട്ടും കേട്ടോ. ഉഷാറായിട്ട് മത്സരിച്ചു ഉഷ ചേച്ചി.
ഈ റൗണ്ടിന് 80 സെക്കൻഡ് ആണ്. 80 സെക്കൻഡ് കൊണ്ട് 8 ബോളുകൾ നമ്മൾ അതിന്റെ ഉള്ളിൽ എത്തിക്കണം. റെഡി? ഒരു നല്ല കൈയ്യടി കൊടുത്തേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ആ സൂപ്പർ. ഒരെണ്ണം കയറി. ആ രണ്ടെണ്ണം കയറി. 10 സെക്കൻഡ് കഴിഞ്ഞു. 15 സെക്കൻഡ് കഴിഞ്ഞു. ആ മൂന്നെണ്ണം 20 സെക്കൻഡ് 4 20 സെക്കൻഡ് 4 ഔ 30 സെക്കൻഡ് 4 30 സെക്കൻഡിൽ കുട്ടികളെ തട്ടല്ലേ കേട്ടോ. 5 30 സെക്കൻഡ് 6 എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 7 എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരെണ്ണം കൂടി മതി. അത് കേറിയില്ല. അത് കേറിയില്ല. 50 സെക്കൻഡ്. 8 സൂപ്പർ. 3000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു ഉഷ. ഉഷാറല്ലേ? ആ ഉഷാറിൽ നമുക്കൊരു ആട്ടവും പാട്ടൊക്കെ ആയാലോടെ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കിടിലൻ പെർഫോമൻസ് തരാൻ ഒരു ടീം ഇവിടെ റെഡിയാണ്. നമുക്ക് ആ ഡാൻസ് പെർഫോമൻസിലേക്ക് പോകാം. కంటారే లారీలకి వచ్చేతారే నువ్వంటే చచ్చిపోతారే అల్లో నేరేడు అల్లో నేరేడు అల్లో నేరేడు పళ్ళే అచ్చమ్మ కళ్ళు నన్నే చూస్తే కోరికలన్నీ అవుతాయి గుర్రాలు డియో డియో డిసక 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 డియో డియో డిసక 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 డి చూపుల కోరేటు మాటల కోరేటు నవ్వుల కోరేటు నడుము కోరేటు రంపా గుత్తక కావాలంటే ఇస్తాను రిపెట్టు డియో డియో డిసక 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 డియో డియో డిసక 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 డి ముప్పు సుప్పుల్సే ఇవి జస్ట్ శాంపుల్సే గడి దాటుకొస్తే చూపిస్తాను చాలా యాంగిల్సే డియో 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 హరరర డియో డియో డిసక 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 డియో డియో డిసక 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 డి కొంచెం బీట్ మార్చండి రా బాబు
നല്ല ഒരു ഗംഭീര പെർഫോമൻസ് കഴിഞ്ഞു. ഇനി അടുത്ത പെർഫോമൻസിലേക്ക് നമ്മൾ കിടക്കുന്നു. ഉഷ ചേച്ചിയുടെ അടുത്ത റൗണ്ട്. അതിനു മുമ്പ് 3000 രൂപ കിട്ടിയില്ലേ? അതിലൊരു 2000 രൂപ ബാലൻസ് ഞാൻ തന്നെ 1000 നേരത്തെ തന്നു. ഒരു 2000 കൂടി തരണ്ടേ? കണക്കൊക്കെ എഴുതണല്ലോ, തെറ്റൊന്നുമല്ലല്ലോ കണക്ക്. അയ്യോ അതില് മാത്രം തെറ്റുണ്ട്. ഇവിടെ കൂട്ടി എഴുതരുതിട്ടാ. നോക്കട്ടെ. ഓക്കെ, 2000 രൂപ കൊടുക്കുന്നു അടുത്ത റൗണ്ട്. ഇപ്പൊ ടോട്ടൽ 3000 രൂപയായി ഉഷ ചേച്ചിയുടെ കയ്യിൽ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഇവർക്കൊരു സമ്മാനം കൊടുത്താലോ? ഓക്കെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഉത്തരം അറിയാവുന്ന ആള് കൈ പൊക്കുക, എന്നിട്ട് ഇവിടെ വരിക. ബാക്കി എന്നിട്ടാവാം. സിമ്പിൾ ചോദ്യമാണിത്. സ്വന്തം പേരിൽ എയർപോർട്ടും യൂണിവേഴ്സിറ്റിയും ഉള്ള ജില്ല. എന്തായാലും ഒരു ചേട്ടൻ അവിടെ കൈപൊക്കി. ഇങ്ങ് വാ ചേട്ടാ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. അതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കുറെ പേര് ഉത്തരം വിളിച്ചു പറഞ്ഞു. പക്ഷെ കൈ പൊക്കാനാ ഞാൻ പറഞ്ഞിരുന്നത്. കൈ പൊക്കിയാളെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. സമ്മതമല്ലേ? ഒരു നല്ല കൈയ്യടി കൊടുത്ത് ഈ ചേട്ടന്. എന്താ പേര്? മുഹമ്മദ് അലി. എന്ത് ചെയ്യുന്നു മുഹമ്മദ് അലി? കൂലിപ്പണിയാണ്. കൂലിപ്പണിയിൽ എന്ത് പണിയാണ്? അത് ശരി, നല്ലൊരു കൈയ്യടി കൊടുത്തേ. കെട്ടിട നിർമ്മാണം. നമുക്കൊക്കെ കൂര പണിത് തരുന്ന ആളാണ്. ഓക്കെ, എന്താണ് ഉത്തരം എന്നുള്ളത് ഇനി നമ്മുടെ സി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞോ. കണ്ണൂർ ജില്ലയ്ക്കാണ് സ്വന്തമായ എയർപോർട്ടും സ്വന്തമായ യൂണിവേഴ്സിറ്റി ഉള്ളത് അല്ലേ? സൂപ്പർ സൂപ്പർ, നല്ലൊരു കൈയ്യടി. ഓക്കെ, നമുക്കൊരു ചെറിയ ഗെയിമും കൂടി ആയാലോ? റെഡി അല്ലേ? ഞാനൊരു ടങ് ട്വിസ്റ്റർ പറയാം. ഇപ്പൊ കൺസ്ട്രക്ഷൻ പറഞ്ഞ് ബുദ്ധിമുട്ട് കാരണം നമുക്കൊരു ടങ് ട്വിസ്റ്റർ വരാം. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. ചെമ്പക്കര തങ്കപ്പൻ എന്നൊന്ന് പറഞ്ഞേ. ചെമ്പക്കര തങ്കപ്പൻ. അതൊരു 10 തവണ പറഞ്ഞ സ്പീഡില്. ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ. ഒന്നുകൂടി ട്രൈ ചെയ്യാം. ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തങ്കപ്പൻ. ഇതിപ്പോ ഒരു പാട്ട് പോലെയായല്ലോ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അപ്പോ ബോക്സർ അല്ലാത്ത നമ്മുടെ മുഹമ്മദ് അലിക്ക്, കൺസ്ട്രക്ഷൻ വർക്കിലുള്ള നമ്മുടെ മുഹമ്മദ് അലിക്ക് സമ്മാനം കൊടുക്കുന്നു. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ട്. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അപ്പൊ ചേട്ടാ താങ്ക് യു. അപ്പോ ഉഷ ചേച്ചിക്കുള്ള 5000ന്റെ റൗണ്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇത് ജയിച്ചാൽ ഉറപ്പായുമുള്ള 10000ന്റെ റൗണ്ടിലേക്ക് നമ്മൾ എത്തും. റെഡിയല്ലേ ചേച്ചി? യെസ്. അപ്പൊ ആ യെസ് പൊളിച്ചു. അതിൽ നിന്ന് ഒരു ഗെയിം എടുത്ത്. ഇനി ആരോടും ചോദിക്കൊന്നും വേണ്ട. അവരൊക്കെ പറഞ്ഞിട്ടൊക്കെ പണിയായിരുന്നു. ഒരു ഗെയിം എടുത്തേ. അപ്പൊ ഉഷ ചേച്ചിക്ക് അടുത്തതായി കിട്ടിയിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ടയർ ടെന്നീസ് എന്നാണ് ഗെയിമിന്റെ പേര്. നമ്മൾ ബാറ്റ് തരും, അവിടെ ഒരു ടയർ കെട്ടി തൂക്കും. ബോൾ എറിയാൻ നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കും. ആ ഫ്രണ്ട് എറിഞ്ഞു തരുന്ന ബോള് അടിച്ച് ടയറിന്റെ ഉള്ളിലേക്ക് കൂടെ വിടണം. അപ്പൊ ഉഷ ചേച്ചിയുടെ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുന്നു. ടയർ ടെന്നീസ്. 60 സെക്കൻഡ് കൊണ്ട് 5000ന്റെ റൗണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഉഷ ചേച്ചി ബാറ്റൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സഹായിക്കാൻ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. എന്താ പേര്? വിഷ്ണു. ഉഷ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ മകനാണ്. അപ്പൊ അമ്മയുടെ പേരെന്താ? ഷീജ ചേച്ചിയുടെ മകനാണ് വിഷ്ണു. അപ്പൊ വിഷ്ണുവിന്റെ ആകെ ചെയ്യേണ്ടത് വിഷ്ണു ബോൾ എടുത്ത് എറിഞ്ഞു കൊടുക്കുക. ആ എറിയുമ്പോൾ സൂക്ഷിക്കുക. ആയാസത്തിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അടിച്ചങ്ങോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് ബോൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഉഷ ചേച്ചി കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ ബോൾ വിടണം. ഇത് നമ്മൾ റൗണ്ട് മുന്നോട്ട് പോകുന്നതോറും സെക്കൻഡ്സ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 60 സെക്കൻഡേ ഉള്ളൂ. 60 സെക്കൻഡിൽ 10 ബോളുകൾ. അതിലൊരു കുറവുണ്ടാവില്ല. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കിട്ടുന്നുണ്ട്. ഏതാണ്ട് അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. ക്യാച്ച് ചെയ്യാൻ അവിടെ ആൾക്കാരെ നിർത്തിയത് നന്നായി. പോരട്ടെ. കുറച്ചും കൂടി ഒന്നുകൂടി ശ്രദ്ധിച്ചടിച്ചേ കിട്ടും. 15 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. അതന്നെ ഒന്നും കൂടി. 20 സെക്കൻഡ്. അത് താഴേക്ക് പോയി. അവന്റെ നെഞ്ചത്തേക്ക് അത് പോയത്. അത് കുറച്ചൊരു ഹൈറ്റിലടിച്ചേ. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. അയ്യോ, അതിന്റെ അടുത്ത് കൂടെ പോട്ടു. ഒരെണ്ണം പോലും പോകണല്ലോ. ഒന്ന് 50 സെക്കൻഡിൽ 1. കൗണ്ട് ഡൗൺ തുടങ്ങാൻ സമയമായി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇത്
അതും കൊണ്ട് ഓടി വന്നപ്പോ ചോദിച്ചു തല്ലാൻ ഓടി വരണാന്ന്. ഓക്കെ വിഷ്ണു, താങ്ക് യു. വന്ന ഉടനെ തന്നെ തിരിച്ചു പോകണം എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ ഒരാളിന്റെ അടുത്ത് നിൽക്കുന്ന ആള് വന്നത്, അല്ലേ ചേച്ചി? അതെ, അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ 3000 രൂപ സ്വന്തമാക്കിക്കൊണ്ടാണ് പോകുന്നത്, അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. 3000 രൂപ കിട്ടിയ ഹാപ്പി അല്ലല്ലേലും? ആ ഹാപ്പിയാണ്. ആ, ഒരു നല്ല കൈഡ് കൊടുത്തേ. അങ്ങനെ ഉഷി ചേച്ചി മത്സരിച്ച് 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 ഇന്നത്തെ എപ്പിസോഡ് തീരാറായി. ഇപ്പൊ പോണെന്ന് പറഞ്ഞോണ്ട് വന്ന ആള് ഒരു ദിവസത്തെ എപ്പിസോഡിൽ ഫുള്ളായിട്ട് മത്സരിച്ചു. അപ്പൊ ഗംഭീര മത്സരമായിരുന്നു. ഉഷി ചേച്ചിക്ക് ഒരു കൈയ്യടി കൂടി കൊടുക്കാം. ഉഷി ചേച്ചി പോകുന്ന പോക്കിൽ ഒരു കാര്യം ചെയ്യ്, നാളത്തെ എപ്പിസോഡിൽ ഇവിടെ അടുത്തതായി മത്സരിക്കേണ്ട ആള് അത് ആരാണെന്നുള്ളത് ഒന്ന് ലോട്ട് എടുത്തിട്ട് എനിക്ക് തരണം. ആ ഒരു ലോട്ട് എടുത്തിട്ട് എന്റെ തന്നാ മതി. അടുത്ത ആൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ടാറ്റ, ബൈ ബൈ. സി കേരളം സൂപ്പർ ബമ്പർ സൂപ്പറായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കണ്ണൂർ കാപ്പാടാണ് നമ്മളുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ നാളെ ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾ സൂപ്പർ ബമ്പർ ആഘോഷിക്കുക. തൽക്കാലം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് സി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു ഗുഡ് ബൈ പറഞ്ഞാലോ? പറഞ്ഞോ, ഗുഡ് ബൈ.